ഇൻ്റഗ്രൽസിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഉപയോഗിച്ച് കാർട്ടീഷ്യൻ ഫോമിലോ പാരാമെട്രിക് ഫോമിലോ തന്നിരിക്കുന്ന കർവുകളുടെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നതിനും അല്ലെങ്കിൽ അത്തരം കർവുകൾ നിശ്ചയിക്കുന്ന റീജിയനുകളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോളാർ ഫോമിൽ തന്നിരിക്കുന്ന കർവുകൾ തീരുമാനിക്കുന്ന റീജിയനുകളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. കർവുകളുടെ പോളാർ ഇക്വേഷൻസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് r=f(θ) എന്ന രൂപത്തിലാണ്. ഇങ്ങനെയുള്ള കർവുകൾ തീരുമാനിക്കുന്ന റീജിയനുകളുടെ ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് വി ഹാവ് എ റീജിയൻ ലൈക്ക് ദിസ്. ഇവിടെ ഒരു റീജിയൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ റീജിയൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് സം തീറ്റ ഈക്വൽ ടു ആൽഫ, തീറ്റ ഈക്വൽ ടു ബീറ്റ ആൻഡ് ആർ ഈക്വൽ ടു f(θ). ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഈ റീജിയൻ്റെ ബൗണ്ടറി പറയുന്നത് ഒന്ന് ലോവർ ബൗണ്ടറി ഉള്ളത് തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനും അപ്പർ ബൗണ്ടറി തീറ്റ ഈക്വൽ ടു ബീറ്റ എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനും പിന്നെ അതിൻ്റെ റൈറ്റിലൊരു ബൗണ്ടറി പറഞ്ഞിരിക്കുന്നത് r ഈക്വൽ ടു f(θ) എന്ന് പറയുന്ന ഒരു കർവ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി ഇങ്ങനെയുള്ളൊരു റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ റീജിയൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് a ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ തീറ്റ ഈക്വൽ ടു ആൽഫ ടു ബീറ്റ 1/2 r² d(θ) എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. r എന്ന് പറയുന്നത് f(θ) എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഇതിനിങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ f(θ) all² d(θ) എന്ന ഒരു ഇൻ്റഗ്രൽ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തന്നിരിക്കുന്ന കർവ് r ഈക്വൽ ടു f(θ) എന്ന രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, അതിൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്ന ആൽഫ ബീറ്റ എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനുകളെ മനസ്സിലാക്കണം. ആ ആൽഫയും ബീറ്റയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ r എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ രണ്ട് കർവുകളുടെ ഇടയ്ക്കുള്ള ഒരു റീജിയൻ ആണെങ്കിൽ, ഇതുപോലെ രണ്ട് കർവുകൾക്കിടയിലുള്ള ഒരു റീജിയനാണ് തന്നിരിക്കുന്നതെങ്കിൽ, സപ്പോസ് ഈ കർവുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് r1 ഈക്വൽ ടു സം f(θ) എന്നും ഇവിടെ r2 ഈക്വൽ ടു സം g(θ) എന്നുമാണ് ഈ കർവുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ റീജിയൻ്റെ, അതായത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ റീജിയൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെയും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ചെയ്യുന്നത്, ഈ കാണുന്ന ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റുകൾ ഉൾക്കൊള്ളുന്ന അതിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് മനസ്സിലാക്കുക. ഇതുപോലെ സപ്പോസ് ഈ സ്ട്രെയിറ്റ് ലൈനുകൾ തീറ്റ ഈക്വൽ ടു ആൽഫ എന്നും ഇത് തീറ്റ ഈക്വൽ ടു ബീറ്റ എന്നുമാണ് പറയുന്നതെങ്കിൽ, നമുക്ക് ഏരിയ കാണാൻ വേണ്ടി ഏരിയ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നത് എങ്ങനെയാണ്. a ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ 1/2 ഇൻറ്റു r2² മൈനസ് r1² d(θ) ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ r2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g(θ) all² all² മൈനസ് f(θ) all² d(θ) ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ അപ്പർ കർവ് ഏതാണ് ലോവർ കർവ് ഏതാണെന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന കർവുകളുടെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കേസിലാണെങ്കിലും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് r ഈക്വൽ ടു f(θ) എന്ന് പറയുന്ന കർവ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കലാണ്. പോളാർ ഫോമിൽ തന്നിരിക്കുന്ന കർവുകളുടെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. വളരെ വിശദമായി നമ്മളവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കർവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു നോക്കാം.
നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഉള്ളത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ലെമിനിസ്കേറ്റ് ഓഫ് ബെർണോളി ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കോസ് 2 തീറ്റ എന്നതാണ്. ആർ സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ കോസ് 2 തീറ്റ എന്ന് പറയുന്ന പോളാർ കർവ് തീരുമാനിക്കുന്ന റീജിയൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കർവുകളിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ കർവുകളെ ഒന്ന് വരയ്ക്കുക എന്നുള്ളതാണ്. ആ കർവുകളുടെ ഫോം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് കർവുകൾ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സിമെട്രിയും അതിൻ്റെ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം കർവ് എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ സിമെട്രി ഒന്ന് ചെക്ക് ചെയ്യാം. എപ്പോഴും സിമെട്രി അനുസരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പമുണ്ടാവുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കർവ് ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കോസ് 2 തീറ്റ എന്നാണ്. നമുക്ക് പോയിന്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇഫ് ആർ മൈനസ് തീറ്റ ഓൺ ദ കർവ്, സിമെട്രി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോന്നോരോന്ന് എക്സ് ആക്സ് സിമെട്രി, വൈ ആക്സ് സിമെട്രി, ഒറിജിൻ സിമെട്രി അങ്ങനെയാണ് ചെയ്യുക. എക്സ് ആക്സ് സിമെട്രി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആർ മൈനസ് തീറ്റ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആർ മൈനസ് തീറ്റ ഓൺ ദ കർവ് ഇംപ്ലൈസ് ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കോസ് 2 മൈനസ് തീറ്റ എന്നല്ല എഴുതാൻ പറ്റുക. ദാറ്റ് ഇംപ്ലൈസ് ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കോസ് ഓഫ് മൈനസ് 2 തീറ്റ എന്ന് കിട്ടും. കോസ് ഓഫ് മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2 തീറ്റ തന്നെയാണ്. നമുക്കതുകൊണ്ട് ഇങ്ങനെ പറയാം, വിച്ച് ഇംപ്ലൈസ് ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കോസ് 2 തീറ്റ എന്ന് തന്നെ കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് ആർ മൈനസ് തീറ്റ ഈ കർവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാം, വിച്ച് ഇംപ്ലൈസ് കർവ് ഹാസ് എക്സ് ആക്സിസ് സിമെട്രി. എക്സ് ആക്സിസ് സിമെട്രി എന്ന് പറയും. ഇവിടെ എക്സ് ആക്സിസ് എന്നല്ല നമ്മൾ പറയേണ്ടത്, പോളാർ ആക്സിസ് എന്നാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എക്സ് ആക്സിസ് സിമെട്രി എന്ന് ഞാൻ പറയുന്നു. ഇനി അടുത്തതായിട്ട് നമുക്കിനി അടുത്തത് ഒറിജിൻ സിമെട്രി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ്, ഇഫ് മൈനസ് ആർ തീറ്റ ഓൺ ദ കർവ്, നമ്മൾ ഒറിജിൻ സിമെട്രിക്ക് വേണ്ടി മൈനസ് ആർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് കിട്ടും, മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കോസ് 2 തീറ്റ എന്ന് കിട്ടും. മൈനസ് ആർ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ തന്നെയാണ്. ദാറ്റ് ഈസ് ആർ വിച്ച് ഇംപ്ലൈസ് ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കോസ് 2 തീറ്റ എന്ന് തന്നെ കിട്ടും. ദാറ്റ് മീൻസ് ദ കർവ് സാറ്റിസ്ഫൈ മൈനസ് ആർ തീറ്റ. അതുകൊണ്ട് നമുക്കെന്താ പറയാം, സോ കർവ് ഹാസ് ഒറിജിൻ സിമെട്രി. ഒറിജിൻ സിമെട്രി. അപ്പോൾ എക്സ് ആക്സിസ് സിമെട്രി ഉണ്ട്, ഒറിജിൻ സിമെട്രി ഉണ്ട്. അതുകൊണ്ട് എന്തായാലും വൈ ആക്സിസ് സിമെട്രിയും അതിനുണ്ടാവും. ദാറ്റ് ഈസ് ദ കർവ് ഹാസ് ബോത്ത് എക്സ് ആക്സിസ് സിമെട്രി ആൻഡ് origin symmetry, which implies the y-axis symmetry also. അപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസ് സിമെട്രി ഉണ്ട്, വൈ ആക്സിസ് സിമെട്രി ഉണ്ട്, ഒറിജിൻ സിമെട്രി ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ഈ കർവ് വരയ്ക്കുന്നതിന്. ഇതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഒരു പോർഷൻ വരച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതിൻ്റെ സിമെട്രി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ എക്സസൈസ് നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ്. കാരണം ഇത് വരയ്ക്കാനൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കർവുകളുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആറിൻ്റെയും തീറ്റയുടെയും വാല്യൂ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കർവ് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കർവ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു ഏകദേശ ഗ്രാഫ് നമുക്ക് കിട്ടുക. ആ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഗ്രാഫൊക്കെ ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. നമുക്ക് അതിൻ്റെ ലൂപ്പ് ഇങ്ങനെ കിട്ടും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഇങ്ങനെ ഒരു ലൂപ്പാണ് കിട്ടുക. എക്സ് ആക്സിസ് സിമെട്രി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കതിനെ നേരെ താഴേക്ക് അതുപോലെ സിമെട്രിക്കായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതുപോലെ ഒറിജിൻ സിമെട്രി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ളതുപോലെ ഇങ്ങോട്ടേക്കും വരയ്ക്കാം. ഇതുപോലെ ഒറിജിൻ സിമെട്രി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ സിമെട്രിക്കായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് എക്സ് ആക്സിസ് സിമെട്രി ഉണ്ട്, അതുകൊണ്ട് ഇതിനെ ഇങ്ങനെയും വരയ്ക്കാം. ഇതുപോലെ തന്നെ ഇങ്ങനെയും വരയ്ക്കാം. കണ്ട, ഇതാണ് എൻ്റെ ഏകദേശ ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് വൈ ആക്സിസ് സിമെട്രി ഉണ്ടായതുകൊണ്ട് ഇവിടെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കർവിൻ്റെ ഒരു ഏകദേശ ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് ടേൺ ചെയ്യുന്നത് π/4 എന്ന് പറയുന്ന ആംഗിൾ അനുസരിച്ച് കൊണ്ടാണെന്ന് കാണാൻ പറ്റും. തീറ്റ ഈക്വൽ ടു π/4. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി ഇങ്ങനെ ഒരു സിമെട്രിക് ആയിട്ടുള്ള ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏരിയ കാണാൻ വളരെ ഈസിയാണ്. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിടക്കുന്ന ഈ റീജിയൻ്റെ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ 4 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ഏരിയ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദ കർവ് ഈസ് സിമെട്രിക് അബൌട്ട് ബോത്ത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. സോ ദ റിക്വയർഡ് ഏരിയ is 4 times the area in the first quadrant. ഇനി ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഈ പാർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ 0 മുതൽ π/4 വരെ എത്തുമ്പോഴേക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് വരച്ച് കഴിയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ പറയാം, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ ഈ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ വിശദമായിട്ട് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആണ് ഈ കാര്യങ്ങൾ പറയാൻ കഴിയുക. ഓക്കെ, ദ പാർട്ട് ഓഫ് ദ കർവ് in first quadrant. The first quadrant is traced out by the point r theta as theta increases from theta equal to 0 to theta equal to π/4. Therefore, the area in first quadrant equal to integral 0 to π/4 1/2 r square d theta, that is equal to 1/2 into integral 0 to π/4 r square equal to a square cos 2 theta എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 1/2 a square cos 2 theta d theta. അതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 a square ഇൻറ്റു cos 2 തീറ്റയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sin 2 theta/2 എന്നുള്ളതാണ്. ഫ്രം 0 to π/4. That is equal to 1/2 a square into sin 2 തീറ്റയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സൈൻ നമുക്ക് ഈ 2 കൂടെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും 1/4 എന്ന്. സൈൻ 2 π/4 മൈനസ് സൈൻ 2 ഇൻറ്റു 0 സൈൻ 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/4 a square ഇൻറ്റു സൈൻ 2 π/4 എന്ന് പറയുന്നത് സൈൻ π/2 ആണ്. സൈൻ π/2 ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് 1 മൈനസ് 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 a square എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുക. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഈ ഒരു പോർഷൻ്റെ ഏരിയ ആണ്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ പറയാം? Therefore, area of the all region equal to 4 times of the area in the first quadrant. That is 4 into 1/4 a square equal to a square എന്ന് നമുക്ക് കാണാം. ഇങ്ങനെയാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, കർവ് വരയ്ക്കാനും ആ ഭാഗം ഒന്ന് നല്ലോണം മനസ്സിലാക്കണം. അത് നമ്മൾ നേരത്തെ പഠിച്ചത് കൊണ്ട് ഞാനിവിടെ ഒഴിവാക്കിയിരിക്കുകയാണ്. ആർക്കെങ്കിലും അത് മനസ്സിലാകാതെ വരികയാണെങ്കിൽ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഗ്രാഫിംഗ് ഓഫ് പോളാർ കേർവ്സ് എന്ന് പറയുന്ന ഭാഗം ഒന്നും കൂടെ വീഡിയോസും ക്ലാസ്സുകളും ഒന്ന് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഇത് ചെയ്തു നോക്കുക. എന്നിട്ട് അവിടെ സംശയങ്ങൾ വരികയാണെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ദാറ്റ് ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ r equal to 1 and outside the cardioid r equal to 1 minus cos theta. അപ്പോൾ ഇവിടെ രണ്ട് കർവുകൾ
തീരുമാനിക്കുന്ന ഒരു റീജിയൻ്റെ ഏരിയയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ആ കർവുകളാണ് വരച്ച് നോക്കേണ്ടത്. ആ കർവുകൾ ആദ്യം ഒന്ന് വരച്ച് നോക്കാം. r=1 എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളാണ്. 1 യൂണിറ്റ് റേഡിയസിലുള്ള ഒരു സർക്കിൾ. നമുക്ക് അത് ആദ്യം ഒന്ന് വരച്ച് നോക്കാം. ഏകദേശം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയുണ്ടാവും. ഇതാണ് നമ്മളെ 1 യൂണിറ്റിലുള്ള ഒരു സർക്കിൾ. ഇനി അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് r=1 - cos θ എന്ന് പറയുന്ന കാർഡിയോയിഡാണ്. കാർഡിയോയിഡിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ അത് വരയ്ക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയുണ്ടാവും. ഇതാണ് r=1 - cos θ എന്ന് പറയുന്ന ഗ്രാഫ് കിട്ടുക. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ തീരുമാനിക്കുന്ന റീജിയൻ പറഞ്ഞിരിക്കുന്നത് ദ റീജിയൻ ദാറ്റ് ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ r=1. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ളതും ആൻഡ് ഔട്ട്സൈഡ് ദ കാർഡിയോയിഡ് r=1 - cos θ. അപ്പോൾ കാർഡിയോയിഡിൻ്റെ പുറത്തേക്കുള്ള ഭാഗമാണ് വരിക. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്ക് ഔട്ടർ കർവ് കാണുന്നത് r=1 എന്നും അവിടെ ഇന്നർ കർവിലുള്ളത് r=1 - cos θ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെയ്യാവുന്നത് ഈ റീജിയൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ കർവുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റുകൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കലാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ -π/2 എന്ന് പറയുന്ന പോയിൻറ്റും ഇവിടെ π/2 എന്ന് പറയുന്ന കർവുകളും -π/2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനും π/2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനുമാണ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ദാറ്റ് ഈസ് θ -π/2 θ π/2 എന്ന് പറയാം. പക്ഷേ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ പോയിന്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടെ പറയാം. നമുക്കുള്ള കർവുകൾ ഇങ്ങനെയാണ്. വി ഹാവ് കർവ്സ്, വി ഹാവ് r=1 ആൻഡ് r=1 - cos θ. To get the intersecting points, simplify or solving these two equations. Solving these equations, we get r=1. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. r എന്ന് പറയുന്നിടത്ത് 1 - cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1=1 - cos θ എന്ന് കിട്ടും. ദാറ്റ് ഈസ് cos θ 0 എന്നാണ് കിട്ടുക. cos θ 0 ആവുന്ന എപ്പോഴാണ്? വിച്ച് ഇംപ്ലൈസ് θ ± π/2 എന്ന് പറയാം. ദാറ്റ് ഈസ് നമുക്ക് പറയാം ദാറ്റ് സർക്കിൾസ് ആൻഡ് ദ സർക്കിൾ ആൻഡ് ദ കാർഡിയോയിഡ് ഇൻ്റർസെക്റ്റ് വെൻ θ π/2 ആൻഡ് θ -π/2. ദാറ്റ് ഈസ് ഇവിടെ ഈ പോയിന്റുകളെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. A, B, C എന്നാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിനെ O എന്നും കൂടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. That is, as theta increases from theta -π/2 to π/2, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, the point r theta on circle traces the arc CBA and the point r theta on the cardioid traces the arcs CO and OA. Hence, the required area is the area which lies between two polar curves R2. ഇതിന് നമുക്ക് R2 എന്ന് പറയാം. ഔട്ട് സൈഡിലുള്ള R2 = 1 എന്നും ഇതിന് R1 എന്ന് പറയാം. കേഴ്സ് R1 = 1 - cos θ ആൻഡ് R2 = 1 എന്ന് പറയാം. ദാറ്റ് ഈസ് R1 = f of θ = 1 - cos θ ആൻഡ് R2 = g of θ = 1 എന്ന് നമുക്ക് എടുക്കാം. ഇനി നമ്മുടെ ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഏരിയ കാണുക എന്നുള്ളതാണ്. Therefore, required area equal to integral -π/2 to π/2 1/2 into r2² - r1² dθ എന്നാണ്. ഇനി ആ വാല്യൂസ് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -π/2 to π/2. R2 എന്ന് പറയുന്നത് 1 ആയിരുന്നു. ദാറ്റ് ഈസ് 1² മൈനസ് r1² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - cos θ (² dθ) എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ്
1/2 integral minus pi by 2 to pi by 2 1 minus cos theta ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുന്നത് 1 സ്ക്വയർ മൈനസ് 2 cos theta പ്ലസ് cos സ്ക്വയർ തീറ്റ d തീറ്റ എന്നാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് 1/2 ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 1 മൈനസ് 1 0 ആവും. പിന്നെ ഉണ്ടാകുന്നത് മൈനസ് ഓഫ് മൈനസ് 2 cos തീറ്റ ദാറ്റ് ഈസ് 2 cos തീറ്റ മൈനസ് cos സ്ക്വയർ തീറ്റ d തീറ്റ എന്ന് കിട്ടും. പിന്നീട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടും. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് 2 മൈനസ് പൈ ബൈ 4 എന്നാണ് വാല്യൂ കിട്ടുക. ദാറ്റ് ഈസ് ദ റിക്വയർഡ് ഏരിയ ഈസ് 2 മൈനസ് പൈ ബൈ 4. ഇതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ ഞാനൊരു എക്സാമ്പിളാണ് ചെയ്തത്. ഇതുപോലെ വേറെ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് എക്സാമ്പിൾസ് തന്നെയുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ചെറിയൊരു കാര്യം ദ ലെങ്ത് ഓഫ് എ കർവ് ഇൻ പോളാർ കോർഡിനേറ്റ്സ് എന്നതാണ്. ദാറ്റ് ഈസ് സപ്പോസ് വി ഹാവ് എ കർവ് ലൈക്ക് ദിസ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കർവ് ഇങ്ങനെയുണ്ട് വിചാരിക്കാം. സം ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. ഈ എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്ന ഒരു കർവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി സപ്പോസ് ദിസ് എഫ് ഓഫ് തീറ്റ ഹാസ് എ കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫോർ തീറ്റ ഈക്വൽ ടു ആൽഫ ടു തീറ്റ ഈക്വൽ ടു ബീറ്റ. And suppose we can trace this curve with the point r theta exactly once as theta increases from alpha to beta, then the length of the length of this curve from alpha to beta, length of the curve from alpha to beta is given by, അവിടെ നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല, ഇൻ്റഗ്രൽ ഫോർമുല എങ്ങനെയാണ്? എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഓൾ സ്ക്വയർ ഡി തീറ്റ എന്ന്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ. ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. സോ ആർ സ്ക്വയർ മീൻസ് എഫ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് തീറ്റ എന്ന് പറയാം. എഫ് ഡാഷ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ ഡി തീറ്റ എന്ന് പറയാം. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പോളാർ കർവുകളുടെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെയും നമ്മൾ റീജിയൻ്റെ ഏരിയ പറഞ്ഞ സമയത്ത് ചെയ്ത കാര്യങ്ങൾ ഓർമ്മ വേണം. ഇതുപോലെ ആൽഫ ബീറ്റ എന്ന് പറയുന്ന ആ ലിമിറ്റ് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ ആർ ഈക്വൽ എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്ന കർവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ ലെങ്ത്ത് ഇതുപോലെ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലെങ്ത്ത് കാണുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. Find the length of the curve r equal to 1 minus cos theta for 0 less than or equal to theta less than or equal to 2 pi. ഈ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്ന കർവ് ഏതാണ് ഓർമ്മയുണ്ടോ? നമ്മൾ കർവുകൾ വരയ്ക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്ന കർവ് നമുക്ക് കിട്ടുന്നത് ഇതുപോലൊരു കാർഡിയോയിഡാണ് നമുക്ക് കിട്ടുക. കാർഡിയോയിഡ് നമുക്കൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാർഡിയോയിഡ് കിട്ടും 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇവിടെ 0 to 2 പൈ വരെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഈ കർവിൻ്റെ ലെങ്ത്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്ന് അത് ആൽഫയും ബീറ്റയും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആർ ഈക്വൽ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്ന കർവും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. തരാത്ത കേസുകളിൽ നമുക്ക് ഈ ലിമിറ്റ് ഒന്ന് നേരത്തെ നമ്മൾ പ്രോബ്ലങ്ങളിൽ പറഞ്ഞതുപോലെ ലിമിറ്റ് ഒന്ന് കണ്ടുപിടിക്കണം. ആ കർവിനെ ഒരു പ്രാവശ്യം വരയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള തീറ്റയുടെ വേരിയേഷൻ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ എന്ന് തന്ന കേസിൽ ദാറ്റ് ഈസ് വി ഹാവ് ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ. Therefore we can find the derivative
r dash, that is dr by d theta. So dr by d theta is equal to sin theta എന്ന് നമുക്ക് കിട്ടും. ഇനി ഫോർമുലയിലുള്ളത് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഓൾ സ്ക്വയർ ഡി തീറ്റ എന്നുള്ളതല്ലേ, അതെന്താണ് കിട്ടുന്നതെന്ന് നോക്കാം നമുക്ക്. ദെർഫോർ ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ all square equal to r square means 1 minus cos theta all square plus dr by d theta all square equal to sin theta all square, that is sin square theta. ഇനി അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 minus 2 cos theta plus cos square theta plus sin square theta എന്ന് കാണാം. that is equal to 1 minus 2 cos theta പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നല്ലേ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 2 മൈനസ് 2 കോസ് തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി അതിന് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ ദെർഫോർ റിക്വയർഡ് ലെങ്ത് ഓഫ് ദ കർവ്, റിക്വയർഡ് ലെങ്ത് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi root of r square plus dr by d theta all square d theta, that is equal to integral 0 to 2 pi 2 into 1 minus cos theta d theta. ഇതിൽ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നതിനെ നമുക്ക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് കോസ് 2 തീറ്റ ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നമുക്ക് 1 മൈനസ് കോസ് തീറ്റ എന്ന് ഇങ്ങനെ എഴുതാം. 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 സൈൻ സ്ക്വയർ തീറ്റയാണ് കിട്ടുക. ഇവിടെ നമുക്ക് 1 മൈനസ് കോസ് തീറ്റ ഉള്ളത്, അതുകൊണ്ട് 1 മൈനസ് കോസ് 2 തീറ്റ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെ ഹാഫ് ആംഗിൾ എടുത്താൽ മതി. സോ 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഓൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് 2 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നാണ് ഉണ്ടാവുക. Therefore we can write it as integral 0 to 2 pi root of 2 into 1 minus cos theta ne 2 sin square theta by 2 d theta എന്ന് എഴുതാം. That is equal to integral 0 to 2 pi root of 4 sin square theta by 2 d theta. That is equal to integral 0 to 2 pi root of 4 sin square theta by 2 നെ 2 sin theta by 2 d theta എന്ന് എഴുതാം ഈ റൂട്ട് ഒഴിവാക്കുന്ന സമയത്ത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 2 ടൈംസ് ഓഫ് ഇൻ്റഗ്രൽ 0 to 2 pi sin theta by 2 d theta എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ sin theta by 2 നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? മൈനസ് കോസ് theta by 2 by 1 by 2 from 0 to 2 pi എന്ന് കാണാം. That is equal to 2 into minus 2 cos theta by 2 from 0 to 2 pi. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2 into minus 2 cos തീറ്റയ്ക്ക് 2 pi എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 pi by 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് പൈ. പിന്നെ മൈനസ് ഓഫ് മൈനസ് 2 കോസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു 1. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 പ്ലസ് 2. ദാറ്റ് ഈസ് 4 പ്ലസ് 2 4 ഇൻറ്റു 2 ഈക്വൽ ടു 8 എന്ന് കിട്ടും. That is the length of the curve is equal to 8 units എന്ന് കിട്ടും. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോളാർ കർവുകളായതുകൊണ്ട് തന്നെ ആ കർവുകളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, ഇതുപോലെയുള്ള എക്സാമ്പിൾസ് ഇനിയുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, എക്സസൈസിൽ നമുക്ക് കാണാൻ കഴിയും. ചെയ്തു നോക്കുക. കൃത്യമായിട്ട് ആ ഗ്രാഫ് വരയ്ക്കുന്ന ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭാഗം വളരെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.